ശക്തമായ കൊടുങ്കാറ്റിൽ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച വീടിന്റെ മേൽക്കൂര പറന്നുപോയി. ഷീറ്റ് വീണ് മാതാവിനും 4 വയസ്സുള്ള കുട്ടിക്കും പരിക്ക്. ഒഴിവായത് വൻ ദുരന്തം. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 11-ാം വാർഡ് കാക്കാഴം കിഴക്ക് പുത്തൻചിറയിൽ ഉസ്മാൻ കുഞ്ഞിന്റെ വീട്ടിലാണ് ദുരന്തം തലനാരിഴയ്ക്ക് വഴിമാറിയത്. ബുധനാഴ്ച പുലർച്ചെ 5ഓടെ ആഞ്ഞുവീശിയ കൊടുങ്കാറ്റിൽ വീടിന്റെ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച മേൽക്കൂര പറന്ന് സമീപത്തെ പുരയിടത്തിൽ വീഴുകയായിരുന്നു. ഹാളിലെ സീലിംഗ് ഫാനും ഷീറ്റുകൾക്കൊപ്പം പറന്നുപോയി. ഉസ്മാൻ കുഞ്ഞിന്റെ മരുമകൾ റഷീദയുടെ 4 വയസ്സുള്ള മകൻ അയാൻ എന്നിവരുടെ ദേഹത്ത് ഷീറ്റ് വീണ് പരിക്കേറ്റു. ഇവർ ആശുപത്രിയിൽ നിന്ന് ചികിത്സ തേടി. ഉസ്മാൻ കുഞ്ഞും ഭാര്യ ആബിദ ബീബിയും കൊച്ചുമക്കളായ 9 വയസ്സുകാരൻ അമാൻ ഷാ, 6 വയസ്സുകാരൻ മുഹമ്മദ് യാസിർ എന്നിവർ മറ്റൊരു മുറിയിലാണ് കിടന്നത്. തലനാരിഴയ്ക്കാണ് ഇവർ രക്ഷപ്പെട്ടത്. ശക്തമായ കാറ്റ് തുടങ്ങി ഷീറ്റ് തകർന്ന ഉടൻ ഇവർ മറ്റൊരു മുറിയിലേക്ക് മാറി. ആദ്യമൊന്ന് ഷീറ്റ് കുറച്ച് പൊങ്ങി, പിന്നെ മൊത്തം ഒന്ന് പൊങ്ങി അങ്ങ് പോവുക. പിന്നെ പൊടിഞ്ഞ് വീഴുന്നത് കുഞ്ഞുങ്ങളെയൊക്കെ മേത്തോട്ട്. കുഞ്ഞുങ്ങളെല്ലാവരെയും കൂടെ പിടിച്ചിട്ട് ഞാൻ ബാത്റൂമും വാർപ്പായുള്ള അങ്ങോട്ട് കയറ്റി. ഫർണിച്ചറും മറ്റു വീട്ടുപകരണങ്ങളും ഷീറ്റും കോളോ ബ്രിക്സും വീണ് തകർന്നു. വീട്ടിലെ വയറിങ്ങും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അമ്പലപ്പുഴയിലെ ബേക്കറി തൊഴിലാളിയായ ഉസ്മാൻ കുഞ്ഞ് കുടുംബത്തോടൊപ്പം വർഷങ്ങളായി വാടക വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. നിരവധി സുമനസ്സുകളുടെ കാരുണ്യം കൊണ്ട് ഏതാനും മാസം മുൻപാണ് ഈ വീട് നിർമ്മിച്ചത്. ഇപ്പോഴും വീട് നിർമ്മാണം പൂർത്തിയായിട്ടില്ല. ഇതിനിടയിലാണ് കൊടുങ്കാറ്റ് ദുരന്തത്തിന്റെ രൂപത്തിൽ വീണ്ടും ഈ കുടുംബത്തിനെ ദുരിതത്തിലാക്കിയത്. കിടപ്പാടം നഷ്ടപ്പെട്ടതോടെ ഇനി കുട്ടികളുമായി എങ്ങോട്ട് പോകുമെന്നറിയാതെ വിഷമിക്കുകയാണ് ഇവർ. വീടിന്റെ അറ്റകുറ്റപ്പണി അടിയന്തരമായി നടത്തുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഇവിടം സന്ദർശിച്ച പഞ്ചായത്ത് അംഗം ലേഖാമോൾ സനൽ ആവശ്യപ്പെട്ടു. 5 വർഷമായിട്ടൊരു കിടപ്പാടമില്ലാതെ നിങ്ങൾ വാടകയ്ക്ക് താമസിച്ച് ഈ കോഴിക്കോട് ഉണ്ടാക്കുന്ന പോലെ ഒരു ഷീറ്റ് ഒരു കട്ട അങ്ങനെ പെറുക്കി കെട്ടിയാണ് ഈ ഒരു കിടപ്പാടം ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇപ്പോൾ വെളുപ്പിനെ ഉണ്ടായ ഒരു കാറ്റിലും മഴയിലും വാടക തകർന്നു. ഇനിയത്തെ അവസ്ഥ എന്താണെന്ന് പോലും നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. ഇപ്പം ധനസഹായം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ധനസഹായം കിട്ടി ഇവർക്കൊരു അടിസ്ഥാനം ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നുള്ളൂ.